ഓൾ ടൈം ഹൈയിൽ നിന്നും 30% ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായി സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നതും ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതുമായ 3 റിന്യൂവബിൾ എനർജി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സോഡിയാക് എനർജി ലിമിറ്റഡ്. സോഡിയാക് എനർജി ലിമിറ്റഡ് കഴിഞ്ഞ 6 മാസം കൊണ്ട് 52 വീക്ക് ഹൈ ആയ 816 നിന്നും 575 രൂപയിലേക്ക് ഇടിഞ്ഞു. സ്റ്റോക്ക് 30%-ലധികം കറക്ഷനിൽ ലഭ്യമാണ്. കറക്ഷൻ ഫേസിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ ഒരു റിക്കവറി ഫേസിലാണെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കഴിഞ്ഞ 1 മാസം കൊണ്ട് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റവും 12% റിട്ടേണും കാണാൻ സാധിച്ചു. സോഡിയാക് എനർജി കഴിഞ്ഞ 1 വർഷം കൊണ്ട് 245% റിട്ടേണും മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ട് 1500% റിട്ടേണും നൽകിയ സ്റ്റോക്കാണ്. കൂടാതെ കമ്പനി പ്രധാനമായും സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റം, കോൺസെൻട്രേറ്റഡ് സോളാർ തെർമൽ തുടങ്ങിയ സർവീസുകളാണ് ഓഫർ ചെയ്യുന്നത്. കമ്പനി റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ്, കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയൽ റൂഫ് ടോപ്പ്, ഗ്രൗണ്ട് മൗണ്ടഡ് ക്യാപ്റ്റീവ് പ്രോജക്റ്റ് എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ROE 26%, 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 30%, പ്രോഫിറ്റ് ഗ്രോത്ത് 35%. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ പെർഫോമൻസ് മികച്ചതാണ്. സെയിൽസ് 34 കോടിയിൽ നിന്നും 52 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും 1.48 കോടിയിൽ നിന്ന് 2.49 കോടിയിലേക്ക് പ്രോഫിറ്റും ഇയർ ഓൺ ഇയറിൽ കമ്പനിക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 79 കോടിയിൽ നിന്നും 52 കോടിയിലേക്ക് സെയിൽസ് ഇടിഞ്ഞെങ്കിലും 2.3 കോടിയിൽ നിന്നും 2.4 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. കമ്പനിയുടെ ഏറ്റവും പ്രധാന ന്യൂനത കമ്പനിക്ക് മുകളിലുള്ള ഉയർന്ന കടബാധ്യതയാണ്. 84 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. കൂടാതെ ഈ കമ്പനിയിൽ FISഉം DISഉം അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുകയും ചെയ്തു. മുമ്പ് FISനും DISനും കമ്പനിയിൽ പ്രസൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ FIS 0-ൽ നിന്നും 1.46%-ലേക്കും DIS 0-ൽ നിന്നും 0.5%-ലേക്കും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സിന് 70% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് 27%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണുള്ളത്. റീസെൻ്റ്ലി ചില സോളാർ ഫോട്ടോ വോൾട്ടായിക് പ്ലാന്റുകളുടെ പർച്ചേസിനും ഇൻസ്റ്റാളേഷനും കമ്പനി 10 കോടി രൂപയുടെ ഫണ്ട് SBIയിൽ നിന്നും റൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. സോഡിയാക് എനർജി എന്ന സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും കറക്ഷൻ ഫേസിലേക്ക് വരികയും സ്റ്റോക്കിൽ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ആരംഭിക്കുകയും ചെയ്തു. റീസെൻ്റ്ലി സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്ന് സ്റ്റോക്ക് പോസിറ്റീവ് ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. 600-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് അയണോക്സ് വിൻഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2.5% ഇടിഞ്ഞ് 196-നടുത്ത് ക്ലോസിംഗ് നൽകി. 25,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 134, 52 വീക്ക് ഹൈ 261, 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ഇയർ ടിൽ ഡേറ്റിൽ 50% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. അയണോക്സ് വിൻഡുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, അയണോക്സ് വിൻഡ് പ്രധാനമായും വിൻഡ് എനർജി സെക്ടറിലെ ഒരു കമ്പനിയാണ്. കമ്പനി സോളാർ മൊഡ്യൂൾസ് ആൻഡ് സോളാർ സെൽ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 1,500 കോടി രൂപയുടെ ക്യാപെക്സ് വരുന്ന 2 വർഷങ്ങളിൽ സ്പെൻഡ് ചെയ്യാനും സോളാർ മൊഡ്യൂൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 5 ഗിഗാവാട്ടായും സെൽ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി 2.5 ഗിഗാവാട്ടായി ഉയർത്താനും കമ്പനി ലക്ഷ്യമിടുന്നു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റോക്കിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നോക്കിയാലും ഡീസൻ്റാണ്. ഇവിടെ ടെക്നിക്കലി 5 ഡേ, 10 ഡേ, 20 ഡേ, 30 ഡേ, 150 ഡേ, 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കമ്പനി സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഗുജറാത്തിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അടുത്ത വർഷം മാർച്ചോടുകൂടി പുതിയ സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ അയണോക്സ് വിൻഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കമ്പനിയുടെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 371 കോടിയിൽ നിന്നും 732 കോടിയിലേക്ക് ഉയരുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 13%-ൽ നിന്നും 24%-ലേക്ക് മെച്ചപ്പെടുകയും നെറ്റ് പ്രോഫിറ്റ് 27 കോടി രൂപയുടെ ലോസിൽ നിന്നും 90 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തുകയും ചെയ്തു. കഴിഞ്ഞ 4 ക്വാർട്ടറുകളായി കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഉയരുകയാണ്. കൂടാതെ കൺസിസ്റ്റൻ്റായ 4 ക്വാർട്ടറിൽ കമ്പനി പ്രോഫിറ്റിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 13-ൽ നിന്നും 15-ലേക്ക് ഉയർന്നു. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9%-നടുത്ത്, പബ്ലിക്കിന് 26%-വും പ്രൊമോട്ടേഴ്സിന് 48%-നടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. ഈ കമ്പനിയുടെയും പ്രധാന ന്യൂനത കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഫേവറബിൾ അല്ല. അതായത് 3,543 കോടി രൂപയുടെ കടമുള്ള കമ്പനിക്ക് 1,365 കോടിയുടെ റിസർവാണുള്ളത്. അയണോക്സ് വിൻഡ് എന്ന സ്റ്റോക്കിലും ഒരു ട്രെൻഡ് റിവേഴ്സൽ ബ്രേക്കൗട്ട് വന്നതാണ്. പിന്നീട് ബ്രേക്കൗട്ട് ലെവലിന് സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ 180 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 180 എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ 180-ലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ 180 എന്ന സപ്പോർട്ടിനടുത്ത്
180 സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും സ്റ്റോക്ക് 190 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയും ചെയ്താൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. മൂന്നാമത്തേത് KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിലുള്ള സ്റ്റോക്ക് 1118 52 വീക്ക് ഹൈ സ്റ്റോക്ക് 793 ട്രേഡ് ചെയ്യുന്നു. കമ്പനി വിൻഡ്, സോളാർ, ഹൈബ്രിഡ് പവർ സെഗ്മെൻറ്റിലെ കമ്പനിയാണ്. ROE 29%, ROC 21%, 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 116, പ്രോഫിറ്റ് ഗ്രോത്ത് 94, ROE 35%. റീസെൻ്റ്ലി കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത കുറച്ചതും ഒരു പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ്. സെയിൽസ് 215 കോടിയിൽ നിന്നും 360 കോടിയിലേക്കും പ്രോഫിറ്റ് 35 കോടിയിൽ നിന്നും 70 കോടിയിലേക്കും കമ്പനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രോഫിറ്റിൽ 100% വർധനവ് കാണാൻ സാധിക്കും. കൂടാതെ ക്വാർട്ടർ ടു ക്വാർട്ടർ 66 കോടിയിൽ നിന്ന് 70 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തുകയും ചെയ്തു. പ്രൊമോട്ടേഴ്സിന് 48% സ്റ്റേക്ക് ഹോൾഡിംഗ്. റീസെൻ്റ്ലി പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 53 നിന്ന് 48 കുറച്ചു. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 6 നിന്നും 9%, DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 0.3 നിന്നും 1.5% ഉയർന്നിട്ടുണ്ട്. KPI ഗ്രീൻ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1125 തന്നെയാണ് പ്രധാന റെസിസ്റ്റൻസ്. 792 അടുത്ത സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 700 വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസും 900 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസുമാണ്. 900 എന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സലും ഫർദർ അപ്സൈഡ് മൊമെൻറ്റവും സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. KPI ഗ്രീൻ എന്ന സ്റ്റോക്കും കറക്ഷന് ശേഷം കൺസോൾട്ടേഷൻ ഫേസിലാണ്. ദീർഘകാലമായി കമ്പനി കൺസോൾട്ടേഷൻ ഫേസിൽ തുടരുന്നത് സ്റ്റോക്കിന് 700 സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ള സൂചനയായി വിലയിരുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്